അപ്പോഴേ ഞാനിപ്പോൾ വന്നിരിക്കണതേ പൊള്ളാച്ചി കഴിഞ്ഞ് ധാരാപുരത്തിനടുത്ത് ഒരു ലൊക്കേഷൻ കാണാനായിട്ട് വന്നതാണ്. ഒരു മലയാളം സിനിമയുടെ ലൊക്കേഷന് കുറച്ച് പോർഷൻസ് തമിഴ്നാട് വെച്ച് ഷൂട്ട് ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്, ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് കാണാനായിട്ടും അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള സൂപ്പറല്ലേ, എന്താ അല്ലേ. ഒരു മിൽക്ക് പ്ലാന്റാണിത്. അവിടേക്ക് നമ്മൾ കുറേ ബൾക്കായിട്ട് ഇവിടെ പാല് കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് അത് പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സിനിമയുടെ ഡയറക്ടറാണ്, പേര് അരുൺ നിശ്ചൽ. എന്തായാലും ഈ സ്ഥലം വന്ന് കാണേണ്ടത് തന്നെയാണ്. ഏകദേശം ധാരാപുരം എത്തുന്നതിന് മുമ്പ്, പൊള്ളാച്ചിയിൽ നിന്ന് ധാരാപുരം എത്തുന്നതിന് മുമ്പ് ഒരു 6 കിലോമീറ്റർ ഡിഫറൻറ്റിലാണ്. എത്തുന്നതിന് മുമ്പ് ഒരു 6 കിലോമീറ്റർ മുന്നെയാണ് ഈ സ്ഥലമുള്ളത്, ഈ പ്ലാന്റ് ഉള്ളത്. സിനിമയിലെ ഒരു കഥാപാത്രം നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തുന്നതായിട്ടാണ് ഈ കഥയിൽ ചിത്രീകരിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കാണാനായിട്ട് വന്നത്. ഇവിടെ വന്നപ്പം ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഓണറും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. അദ്ദേഹം ധാരാളമായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻസ് ഇവർ പറയുന്നുണ്ട്. കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഞാനും ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം. തമിഴ് ജനതയുടെ വിരുന്നുകാരെ സൽക്കരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. നമ്മൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നിട്ടടക്കം കണ്ടില്ലേ, ഒരു ചായ ഫ്ലാസ്കിൽ നമുക്ക് കൊണ്ട് തരിക, കണ്ടില്ലേ ഗ്ലാസ്സിലിരിക്കുന്ന കണ്ട. ആ കാണുന്ന വണ്ടി കണ്ടില്ലേ, ആ വണ്ടിയിലാണ് ക്ഷീര കർഷകരുടെ അടുത്ത് നിന്ന് പാല് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്ലാന്റിൽ കൊണ്ടുവന്നതിന് ശേഷം പാലിനെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൂളാക്കിയിട്ട് അത് പാക്കിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇതാണ് പാക്കിംഗ് ചെയ്യുന്ന മെഷീൻ. ഈ മെഷീനിലേക്ക് കൊണ്ടുവന്ന് പാക്ക് ചെയ്താൽ മതി. എന്നിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അടുത്ത് തന്നെ ഷൂട്ടിംഗ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ